ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ സമയം 9 മണിയായിട്ടോ. അപ്പോൾ നിങ്ങൾ വാച്ചിൽ 7:26 കാണുന്നുണ്ടാവുക. അത് ഒമാനിലെ ടൈമാണ്. 1.5 മണിക്കൂർ ഫാസ്റ്റ് ആണല്ലോ ഇവിടെ. അപ്പോൾ വേഗം എണീച്ചു. നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ മദ്രസയ്ക്ക് വിളിച്ചപ്പോൾ മദ്രസ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടീനെ വിളിച്ചെണുത്തി വേഗം അവർക്ക് കഴിക്കാനുള്ള എന്തെങ്കിലും മേടിക്കാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ വണ്ടി കുറച്ച് അപ്പുറത്ത് നിർത്തിയിട്ടുള്ള ഇതാണ് നമ്മുടെ വണ്ടി. നമ്മുടെ ഇൻഫീൽഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നേരെ പോയി ഹോട്ടലിൽ പോയി കുറച്ച് ഭക്ഷണം അവർക്ക് മേടിച്ചിട്ട് വന്നു. മേടിച്ച് കൊണ്ടുവന്ന് അടുക്കള ഭാഗത്ത് വെച്ചിട്ട് വേഗം മോനെ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവനെ കുളിപ്പിച്ച് അവനെ കുറേ പാടുപെട്ടു. ഇപ്പോഴാണ് നമുക്ക് വൈഫിൻ്റെ കഷ്ടപ്പാടൊക്കെ മനസ്സിലാകുന്നവനെ വിളിക്കലും കുളിപ്പിക്കലും എടുക്കലും ഇതൊക്കെ കുറച്ച് കഷ്ടപ്പാടായി. അവനിക്ക് നാളായപ്പോൾ കൊണ്ടാണ് അവനെ മറച്ചു നിർത്തിയിട്ട് അവനെ കുളിപ്പിക്കുന്നത്. കൊണ്ടുവന്ന ഭക്ഷണമൊക്കെ പ്ലേറ്റിലാക്കി. നെയ്സ് പത്തിരിയും പിന്നെ നൂൽപ്പൂട്ടുമാണ് മേടിച്ച്. ചില നാട്ടിൽ അതിനെ നൂലപ്പെന്നും ഇടിയപ്പം എന്നൊക്കെ പറയും. അത് മേടിച്ച് മോന് കളിക്കാൻ കൊടുത്തു. വാരി തട്ടി വെച്ച് പോകണ്ട ഞാൻ ഒറ്റ കഴിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അവൻ്റെ കളിയും അങ്ങോട്ട് തിരിയലും ഇങ്ങോട്ട് തിരിയലും ആകപ്പാടെ ദേഷ്യം വന്നു. മോനെ വേഗം കഴിക്കും, സ്കൂളിൻ്റെ ബസ് ഇപ്പോൾ വരും, ബസ്സൊന്നും വേണ്ട ഒപ്പിച്ച് കൊണ്ടാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എങ്ങനെ കൊണ്ടുപോകാൻ കഴിക്കുന്നതും മെല്ലെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ആമാശയവും നിറയ്ക്കണമല്ലോ. ഇനി അവളുടെ ഇത്താത്താൻ്റെ കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 നൂൽപ്പൂട്ടും പിന്നെ നമുക്ക് കറി ഫ്രീ ആയിട്ട് കിട്ടും. മറ്റുള്ള നാട്ടിലെ പോലെ ഒന്നുമല്ല കേട്ടോ, ഇവിടെ ചിക്കൻ കറി ഫ്രീ ആയിട്ട്, ചിക്കൻ ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആമാശയം വേഗം നിറയ്ക്കാമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഇടയിൽ കൂടെ കുറേ ദിവസമായി നമ്മൾ സ്കൂളിലൊക്കെ പോയിട്ട് അവൻ്റെ യൂണിഫോമും ടാഗും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു. പിന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സ്നാക്ക് ബോക്സിൽ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുട്ടായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആക്കി കൊടുത്തു. അവനത് വേണ്ട, ഷിഫാൻ താത്താൻ്റെ കടയിൽ നിന്ന് മേടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അവൻ എപ്പോഴും പോകുമ്പോൾ ഉമ്മച്ചി അവിടെ നിന്ന് മേടിച്ചാരില്ലെന്ന് പറഞ്ഞു. അപ്പോൾ വേഗം ഓടിപ്പോയി. ഇനി അതേ കാരണം കൊണ്ട് സ്കൂളിൽ പോകണ്ടെന്ന് വെച്ചിട്ട് വേഗം ഓടിപ്പോയി. തൊട്ടടുത്ത് തന്നെയാണ് ഒരു വീട്ടിൽ ഷിഫാൻ താത്താൻ്റെ കട. അപ്പോൾ അവിടെ പോയിട്ട് അവനിക്ക് ബിസ്ക്കറ്റ് എന്താ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതും മേടിച്ചിട്ട് തിരിച്ച് വരുമ്പോൾ വൈഫിനെ വിളിച്ച് ചോദിച്ചു എന്താണ് അവൻ്റെ സ്കൂളിൽ കൊണ്ടുപോകുന്ന ബുക്കും കാര്യങ്ങളും ഇവിടെ വെച്ചേക്കണം. അപ്പോൾ ടീച്ചർ മെസ്സേജ് അയച്ചു പോലും ഇന്ന് സ്കൂളില്ല, ഇന്ന് പോകണ്ട, നാളെ എന്തോ പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആരായി?